Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? That is, the electrode potential of a single electrode cannot be directly measured. It can be measured by using a reference electrode. The standard hydrogen electrode SHE acts as the reference electrode, and its electrode potential is arbitrarily fixed as 0. അതായത് ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ നമുക്കറിയാം ഒരു സെല്ലിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിനെ ഒരു റെഫറൻസ് ഇലക്ട്രോഡുമായി കണക്ട് ചെയ്ത് കമ്പയർ ചെയ്താണ് അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെഫറൻസ് ഇലക്ട്രോഡായി ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE ആണ് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയി ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ആദ്യം എന്താണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. The standard hydrogen electrode or SHE, it consists of platinum electrode coated with platinum black. The electrode is dipped in acidic solution and pure hydrogen gas is bubbled through it. Its electrode potential is arbitrarily fixed as 0. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോഡ് ആയിട്ട് എടുക്കുന്നത് ഇനേർട്ട് ഇലക്ട്രോഡായ പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം വയറിന്റെ അറ്റത്തായി ഒരു പ്ലാറ്റിനം ഫോയിൽ, ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. അതിനെ 1 മോളാർ അസിഡിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു, HCl സൊല്യൂഷൻ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ. ഇനി ഇതിനു ചുറ്റും പ്യോർ ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്യുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്, അതായത് പ്രഷർ 1 ബാർ അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ 298 കെൽവിൻ ആൻഡ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് 1 മോളാർ. ഇനി ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇവിടെ 0 ആയി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിനെ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് റഫറൻസ് ഇലക്ട്രോഡായി ആക്ട് ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടും ആക്ട് ചെയ്യും അല്ലെങ്കിൽ കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നു. അത് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ the representation of the electrode, that is H plus bar H2 platinum, അതായത് മെറ്റൽ അയോൺ മെറ്റൽ. അതല്ല ആനോഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വേയിലാണ്, പ്ലാറ്റിനം ഹൈഡ്രജൻ ബാർ H പ്ലസ്, അതായത് മെറ്റൽ മെറ്റൽ അയോൺ. ആ തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്ലാറ്റിനം ഹൈഡ്രജൻ എന്നതിന് പകരം പ്ലാറ്റിനം ബാർ എന്ന തരത്തിലും എന്ന രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. കോമയ്ക്ക് പകരം ബാറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെൽ റിയാക്ഷൻ, ദി സെൽ റിയാക്ഷൻസ് ആർ, that is oxidation. H2 gives 2H plus plus 2 electron. അതായത് ആനോഡിലാണെങ്കിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. H2 gives 2H plus plus 2 electron. ഇനി കാഥോഡിലാണെങ്കിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. That is 2H plus plus 2 electrons gave hydrogen. അപ്പോൾ ക്ലിയർ ആയല്ലോ? മെഷർമെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ കോപ്പർ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം.
കോപ്പർ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കണക്ട് ചെയ്യുന്നു ത്രൂ എ വോൾട്ട്മീറ്റർ. ഇനി ഈ കോപ്പർ ഇലക്ട്രോഡ് ഇവിടെ കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് ആനോഡായി എടുത്തിരിക്കുന്നത്. വോൾട്ട്മീറ്റർ റീഡിംഗ് ഇവിടെ കിട്ടുന്നത് 0.34 വോൾട്ട് ആണ്. That is the potential difference between the electrode, that is EMF or E0 cell. E0 cellനെ EMF, electromotive force EMF എന്നും പറയാം. And here the EMF or E0 cell, that is equal to 0.34 volt. ഇനി ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ, that is platinum comma hydrogen slash or bar H plus double bar CO2 plus bar Cu. ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡ് ആണ്, കോപ്പർ ഇലക്ട്രോഡ് കാഥോഡ് ആണ്. ഓർമ്മയുണ്ടല്ലോ. Then the EMF of the cell or the E0 cell, അതായത് വോൾട്ട്മീറ്റർ റീഡിംഗ് നമുക്ക് കിട്ടിയത് 0.34 വോൾട്ട്. Then E0 cell, that is equal to E0 right minus E0 left. 0.34 volt is equal to E0 right minus E0 left. Then the E0 right എന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡ് ആണ്. അപ്പോൾ എങ്ങനെ വരും? E0 of Cu2 plus bar Cu minus E0 of standard hydrogen electrode, that is 0. So we can write the E0 of Cu2 plus bar Cu, that is equal to plus 0.34 volt. ഇനി അടുത്തത് സിങ്ക് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സിങ്ക് ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സിങ്ക് ഇവിടെ ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ വോൾട്ട്മീറ്റർ റീഡിംഗ് നമുക്ക് കിട്ടുന്നത്, that is EMF 0.76 വോൾട്ട്. അതായത് the potential difference between the electrodes. ഇനി ഇവിടെ എങ്ങനെയാണ് സെൽ റെപ്രസെന്റേഷൻ? Zn bar Zn2 plus double bar H plus bar hydrogen comma platinum. സിങ്ക് ആനോഡ് ആണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ E0 സെൽ എങ്ങനെ വരും? E0 സെൽ എത്രയാണ് കിട്ടിയത്? 0.76 വോൾട്ട്. EMF വോൾട്ട്മീറ്റർ റീഡിംഗ്, that is 0.76 volt is equal to, അതായത് E0 cell is equal to E0 right minus E0 left. There is the E0 right, that is standard hydrogen electrode, its electrode potential 0. Therefore 0 minus E0 of Zn2 plus bar Zn. Then the E0 of Zn2 plus bar Zn, that is equal to minus 0.76 volt. എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഗാൽവാനിക് സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Zn bar Zn2 plus double bar Cu2 plus bar Cu. ഇനി ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ദി വോൾട്ട്മീറ്റർ റീഡിംഗ് 1.1 വോൾട്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് the E0 cell, that is the cell potential, the standard electrode potential. Standard E0 stands for standard electrode potential. Then the E0 cell is equal to E0 right minus E0 left. Then ഇവിടെ ഏതാണ് റൈറ്റ് സൈഡിൽ? കോപ്പർ ആണ് റൈറ്റ് സൈഡ്. That means E0 of Cu2 plus bar Cu minus E0 of reduction potential ആണ്. അതുകൊണ്ട് എങ്ങനെ വരും? Zn2 plus bar Zn. Then here that is equal to, കോപ്പറിന്റെ വാല്യൂ നമ്മൾ എത്രയാണ് കണ്ടത്? 0.34 volt minus of minus സിങ്കിന്റെ വാല്യൂ minus
0.76 volt. That means here it is equal to 0.34 plus minus of minus plus 0.76. That is equal to 1.1 volt. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഗാൽവാനിക് സെല്ലിൽ 1.1 വോൾട്ട് വോൾട്ട്മീറ്റർ റീഡിംഗ് വന്നത്? അതായത് പൊട്ടൻഷ്യൽ, ദി സെൽ പൊട്ടൻഷ്യൽ, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോഡ്, that is the EMF or E0 cell is equal to E0 right minus E0 left, and here it becomes 1.1 volt. ഇനി അടുത്തത് ഇലക്ട്രോകെമിക്കൽ സീരീസ്. Electrochemical series. Is the arrangement of various elements in the increasing order of standard electrode potential is called electrochemical series. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുന്ന ക്രമത്തിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ്. കൂടുന്ന ക്രമത്തിലോ കുറയുന്ന ക്രമത്തിലോ. ഇനി നമുക്കിവിടെ പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് കൂടുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തിരിച്ചാണ്, പക്ഷെ അതിനേക്കാൾ നമുക്ക് ഓർക്കാൻ എളുപ്പം. That is the arrangement in the increasing order of electrode potential. ഇനി അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോകെമിക്കൽ സീരീസ്. The arrangement of various elements in the increasing or decreasing order of electrode potential, standard electrode potential. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് increasing ഓർഡറിലാണ്. The arrangement of various elements in the increasing order of standard electrode potential. അതായത് ഇവിടെ മൈനസ് വാല്യൂ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്, പിന്നെ ഹൈഡ്രജൻ 0, ലാസ്റ്റ് ആണ് പോസിറ്റീവ് വാല്യൂ വരുന്നത്. ഇനി ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിന് വേറൊരു പേര് കൂടി പറയാം, ആക്ടിവിറ്റി സീരീസ്. ആക്ടിവിറ്റി മീൻസ് ദി റെഡിനെസ് ടു ലൂസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുന്ന ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എല്ലാ എലമെന്റ്സും ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് വേയിലാണ്, ഡിക്രീസിങ് ഓർഡറിലാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റിൽ ഇത് കാണാം. എന്താണ് ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. The next one, applications. The first one, to calculate the EMF of electrochemical cell. That is E0 cell or EMF, that is electromotive force. It is equal to E0 cathode minus E0 anode. That is equal to E0 right minus E0 left, or high reduction potential minus low reduction potential. The next one, to compare the reactivity of elements. A metal having lower reduction potential can displace the metals having higher reduction potential from its salt solution. That is, a metal can displace metal ion from the salt solution of a metal which lies below in the electrochemical series. അതായത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലിന് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റാലിക് സൊല്യൂഷനിൽ നിന്നും മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് മുകളിലുള്ള മെറ്റലിന് താഴെയുള്ള മെറ്റാലിക് സൊല്യൂഷനിൽ നിന്നും മെറ്റലിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇനി അതെങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം.
ഇവിടെ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചേ. സിങ്ക് -0.76, കോപ്പർ 0.34, then silver 0.8. സിങ്കിന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യൽ മൈനസ് ആണ്, അതിന്റെ താഴെയാണ് കോപ്പർ, സിൽവർ അതിലും താഴെയാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഈ തരത്തിലായിരിക്കും. വാട്ട് ഹാപ്പൻസ് when a zinc rod is dipped in copper sulfate solution? സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? There is the zinc has lower reduction potential, therefore it can replace copper from its solution. ഇനി തിരിച്ചാണെങ്കിലോ copper rod is dipped in zinc sulfate solution, no change. മനസ്സിലായല്ലോ? ഇനി ഒന്നുകൂടി നോക്കാം. If copper is dipped in silver nitrate solution, കോപ്പറിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിൽവറിനേക്കാൾ കുറവാണ്. അപ്പോഴെന്താവും ഇവിടെ സംഭവിക്കുക? The copper can displace silver from its solution. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? Then the next one, to predict the feasibility of reaction, there is the EMF is equal to E0 cathode minus E0 anode. നമ്മൾ കണ്ടതാണ്. Then if the EMF is positive, the reaction is feasible. If the EMF is negative, the reaction is not feasible. The next one, to predict whether hydrogen gas will be liberated from acids. The metals having negative reduction potential can displace hydrogen from acids, but the metals having positive reduction potential cannot displace hydrogen from acids. There is the metals like iron, zinc, etc. have negative reduction potential and it can displace hydrogen gas from the acids, the dilute acids like HCl, sulfuric acid, etc. But the copper and silver do not displace hydrogen from dilute acids. അതായത് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ വരുന്ന എലമെന്റ്സിന് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈഡ്രജന് ശേഷം വരുന്ന ഹൈഡ്രജന് താഴെയുള്ള എലമെന്റ്സിന് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി ഒരു കാര്യം കൂടി പറയാറുണ്ട്, ഓർക്കുക. The lithium has the lowest reduction potential and it is the most powerful reducing agent. Fluorine has the highest electrode potential, that is, it is the strongest oxidizing agent. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഇമ്പോർട്ടന്റ് ആണ് ആപ്ലിക്കേഷൻസ്, അതേപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇനി ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ്, സാധാരണ ചോദിക്കുന്ന എലമെന്റ്സ്, അതിനെ ഓർക്കാൻ ഒരു എളുപ്പമാർഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. That is the tricks to remember the electrochemical series. അതായത് ആദ്യത്തെ നോക്കിക്കേ, kings cannot make a zebra. Kings cannot make a zebra. K for potassium, C for calcium, N for sodium.
അതായത് സോഡിയം നമ്മൾ റെപ്രസെന്റ് ചെയ്യാം Na. രണ്ടാമത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം, നോട്ട് ആയതുകൊണ്ട് Na ക്യാപിറ്റൽ. Then M for magnesium, A for aluminium, Z for zinc. ഇനി അടുത്ത നോക്കിയേ, I like his car's silvery gate. I like his car's silvery gate. I for iron, L for lead, H for hydrogen, C for copper, S for silver, G for gold. അപ്പോൾ ഇത് മറക്കരുത്. Kings cannot make a zebra and I like his car's silvery gate. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് ദി റെഫറൻസ് ഇലക്ട്രോഡ്, അതേപോലെ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്ത്, അതേപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അതിന്റെ ആപ്ലിക്കേഷൻ, ഇതൊക്കെ കണ്ടതാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്, നന്നായി പഠിക്കുക. ഇനി ഒരു കാര്യം കൂടി, അത് തരുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും. അതിൽ നിന്നും സെൽ റെപ്രസെന്റേഷൻ നടത്താൻ അല്ലെങ്കിൽ സെൽ റിയാക്ഷൻ എഴുതാൻ ചോദിക്കാം. നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, the E0 cell is equal to E0 right minus E0 left. High reduction potential minus low reduction potential. കാഥോഡിനാണ് എപ്പോഴും ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരിക, ആനോട് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ആ കാര്യം മറക്കരുത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് സെൽ റെപ്രസെന്റേഷനും സെൽ റിയാക്ഷനും എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്സ് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.